അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AKആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ നാട്ടിൽ? ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. അബദ്ധജടിലമായ ഒരു പ്രസ്താവന തന്നെയായിരുന്നു കെ മുരളീധരൻ്റേത്. അദ്ദേഹം മറ്റു പ്രസ്താവനകൾ ആ കാലഘട്ടങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർക്കും ഓർമ്മ കാണുമായിരിക്കും. ചൂട് കൂടിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് ചത്തുപോകും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി അദ്ദേഹം വന്നത്. എന്തായാലും എരണം കെട്ടവരല്ല ഇപ്പോൾ ഭരിക്കുന്നതെന്നാണ് ഇവിടെയുള്ള സകലമാന ജനങ്ങളും വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവരെയല്ല അവർ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. 102 സീറ്റുമായാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. അദ്ദേഹമാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി പോരാടാം എന്നല്ലാതെ മറ്റെന്തു പറയും മുൻ ആരോഗ്യമന്ത്രി എന്നുള്ളതാണ്.